ഈ പുരുഷന്മാരുടെ കഷണ്ടിയിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് നോൺ നീഡിൽ മീസോതെറാപ്പി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊരു മിനിമൽ ഇൻവെസീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇതിന് നമ്മുടെ PRP GFC പോലെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് അല്ല. ഇത് ഒരു റോളർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഹെയർ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള സിറമാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്കാൽപ്പിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്തിട്ട് ഇലക്ട്രോ പോറേഷൻ പ്രോസസ്സാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പം ഈ സിറത്തിനകത്തെന്ന് പറഞ്ഞാൽ ഒത്തിരി ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. നാച്ചുറലായിട്ട് ഹെയർ ഗ്രോ ചെയ്യാനുള്ള ഫാക്ടേഴ്സിൻ്റെ ഒരു കോൺസെൻട്രേറ്റാണ് ഈ മീസോതെറാപ്പി സിറം എന്നുള്ളത്. ഇത് പല തരത്തിലുള്ള സിറമുണ്ട്. അതിൽ കൂടുതൽ ഇപ്പം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിറം എന്ന് പറഞ്ഞാൽ എക്സോസോം സിറമാണ്. അത് ഹെയറിൻ്റെ കൂടുതൽ ഫോളിക്കിൾസിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഇത് ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ സിറത്തിന് വളരെയധികം എഫക്റ്റീവ്നെസ് ഉണ്ട്. ഇതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മളൊരു PRP GFC ഒക്കെ ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ വരികയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതൊരു സെമി പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. എന്ന് പറഞ്ഞാൽ ഇത് നമുക്കിപ്പോൾ ഇത് ഒരു 6 മുതൽ 10 സിറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് എന്ന് പറഞ്ഞാൽ 1 മുതൽ ചിലപ്പോൾ ഒരു 3 വർഷം വരെയൊക്കെ ഈ വരുന്ന ഹെയർസ് അതുപോലെ സ്റ്റേബിളായി തന്നെ ഇരിക്കും. വിത്തൗട്ട് വേറെ കൂടുതൽ മെയിൻ്റനൻസ് ട്രീറ്റ്മെൻറ്റ് ഒന്നും വേണ്ട. ഈ മീസോതെറാപ്പി ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത് ഈ മെയിൽ പാറ്റേൺ ബോൾനെസ്സിൽ 1 മുതൽ 4 വരെയുള്ള സ്റ്റേജിലുള്ളവർക്കാണ്. ഇപ്പം 5ാമത്തെ സ്റ്റേജിലൊക്കെ ചെറിയൊരു വ്യത്യാസം വരും. പക്ഷേ 6ഓ 7ഓ ആയിട്ടുള്ളവർക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും വരില്ല. എന്ന് പറഞ്ഞാൽ ഹെയറിൻ്റെ റൂട്ട്സ് ഒരിക്കൽ അടഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ മീസോതെറാപ്പി പ്രത്യേകിച്ച് എഫക്റ്റീവ്നെസ് ഒന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് ഈ മുടികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ ഇത് ചെയ്യുകയാണെങ്കിൽ വളരെയധികം എഫക്റ്റീവായിരിക്കും.